അസ്സലാമു അലൈക്കും. ചില വേർപാടുകൾ കാലം എത്ര കഴിഞ്ഞാലും മായത്ത മുറിവുകളായി അവശേഷിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഏതെന്നറിയുമോ? അത് തന്റെ തണലായിരുന്ന ഖദീജ ബീവി വിട പറഞ്ഞ ആ നിമിഷമായിരുന്നു. ഇന്ന് റമദാൻ 10, ആ വിയോഗത്തിന്റെ വേദനയുണർത്തുന്ന ദിനം. ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ചേർത്തുപിടിച്ച കൈകൾ. മാലാഖയെ കണ്ടു ഭയന്നു വിറച്ചു വന്നപ്പോൾ പുതപ്പിനുള്ളിൽ ചേർത്തിരുത്തി ആശ്വസിപ്പിച്ച ആ വാക്കുകൾ 12. തന്റെ സമ്പത്തും ആയുസ്സും പ്രിയതമന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ വലിയ സ്നേഹം. ഖദീജ ബീവി വിടവാങ്ങിയപ്പോൾ നബി തങ്ങൾ തകർന്നുപോയി. പിൽക്കാലത്ത് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ മുഖത്തു നോക്കി നബി തങ്ങൾ പറയുമായിരുന്നു, നിന്റെ ഉമ്മയെപ്പോലെ മറ്റാരുമില്ല ഫാത്തിമ. അത്രമേൽ ആഴത്തിലായിരുന്നു ആ സ്നേഹം. മരണം ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നുണ്ടാകാം, പക്ഷേ ഖദീജ ബീവി എന്ന സ്നേഹത്തിന്റെ തണലിനെ മായ്ക്കാൻ കാലത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. പ്രവാചകന്റെ പള്ളിയിൽ വച്ച് എപ്പോഴെങ്കിലും ആ പേര് കേട്ടാൽ നബി തങ്ങളുടെ കണ്ണുകൾ നിറയുമായിരുന്നു. അത് വെറുമൊരു സങ്കടമായിരുന്നില്ല, മറിച്ച് തളർന്നുപോയ നേരത്തു തന്നെ ചേർത്തുപിടിച്ച ആ പുണ്യമഹത്തിയോടുള്ള സ്നേഹമായിരുന്നു. റമദാൻ 10 ഈ രാത്രിയിൽ മക്കയുടെ മണ്ണിൽ ആ തണൽ അസ്തമിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറെ ഏകാന്തരായിരുന്നു.